കുറ്റ്യാടി-തൊട്ടിൽപ്പാലം റോഡിൽ കായക്കൊടി, കാവിലുംപാറ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന കപ്പ പാലത്തിൽ നിന്നും തോട്ടിലേക്ക് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ അറവുശാല മാലിന്യങ്ങൾ തള്ളി. ചാക്കുകെട്ടുകളിലായി തോട്ടിലേക്ക് തള്ളിയ അറവുശാല മാലിന്യത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതിനാൽ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലാണ്. ദേവർകോവിലിനടുത്തായുള്ള ഈ പാലത്തിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയായും പോകുന്നുണ്ട്. പാലത്തിന്റെ പരിസരങ്ങൾ കാട് മൂടിയത് മാലിന്യം തള്ളുന്നവർക്ക് അനുകൂലമായ ഘടകമാണ്. തോട്ടിലേക്ക് മാലിന്യങ്ങൾ എത്തുന്നതോടെ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ പോലും മലിനമാവുകയാണ്. ഇവിടെ കാട് തെളിയിക്കുന്നതിനും CCTV സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇതിൽ നടന്നു വരുമ്പോൾ പൊതുജനങ്ങൾ കംപ്ലൈൻറ്റ് പറയുകയാണ്. കാരണം അറവ് മാലിന്യം സാമൂഹ്യ ദ്രോഹികൾ ഇവിടെ ഈ തോടിൻ്റെ അരികത്ത് നിക്ഷേപിച്ചിരിക്കുകയാണ്. അതുമൂലം ഒരാൾക്ക് പോലും ഇതിലെ വയ്യാത്ത പോകാൻ പറ്റുന്നില്ല. വാസനിച്ചിട്ട് ഭയങ്കര വാസന. കാരണം ഇവിടെ നൂറുകണക്കിന് ചെറിയ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന ഇടമാണ്. അതുപോലെ തന്നെ നൂറുകണക്കിന് യാത്രക്കാർ വാഹനങ്ങൾ പോകുന്ന ഒരു ഇടമാണ്. ഇവിടെ വാസനിച്ചിട്ട് ഈ അറവ് മാലിന്യത്തിൻ്റെ മണം വന്നിട്ട് ഇതിലെ യാത്ര വളരെ ദുരിതപൂർണമായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഉറവിടം പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തി അതിനുള്ളൊരു പരിഹാരം, ആരാണോ ഇത് നിക്ഷേപിച്ചത് അവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതരോട് പറയാനുള്ളത്, ഇവിടെ എല്ലാം കൊണ്ടും ഒരു അനുകൂല ഘടകമാണ്. മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഒരു അനുകൂല ഘടകമാണ്. കാരണം കംപ്ലീറ്റ് കാടുകളാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ്. നിർബന്ധമായിട്ടും കാടുകൾ എത്രയും പെട്ടെന്ന് വെട്ടി പരിസരങ്ങളെല്ലാം നല്ല ഒരു ജനങ്ങൾക്ക് വഴി നടക്കാനുള്ളൊരു യോഗ്യതയാക്കി മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് അതുപോലെ തന്നെ ഇതിലെ പോകുന്ന തോടാണ്, നല്ല തോട്, ശുചിയായ തോട്. അപ്പോൾ അത് പലരും കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാലിന്യം ഒക്കെ മണത്തിട്ട് വെള്ളത്തിലാണ് ഇത് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ആ വെള്ളമൊക്കെ മലിനമാകുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓന് ജോലി കിട്ടിയ ഓന് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.